ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇഡലിയും ദോശയും അപ്പവും ഒക്കെ കഴിച്ച് മടുത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ചേഞ്ചിന് വേണ്ടി തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത്. ഡിന്നറിനായിട്ടും തയ്യാറാക്കാൻ പറ്റും. ഇതിലേക്കായിട്ട് 1 കപ്പ് മട്ടയരിയുടെ അവലാണ് എടുത്തിട്ടുള്ളത്, 1/2 കപ്പ് റവ, 1 കപ്പ് തൈര്. ഇത് മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 20 മിനിറ്റ് അടച്ചു വയ്ക്കാം. 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ റവ നല്ലതുപോലെ കുതിർന്ന് വന്നിരിക്കും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം കുറച്ചൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പിടി മല്ലിയില കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഗോതമ്പ് മാവ് നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴയ്ക്കുന്നത് ആ രീതിയിലുള്ള നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അവലും റവയും മാത്രമാണ് ഇതിലുള്ളത്. തൈരും കൂടി ആകുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് നമുക്ക് കിട്ടും. ഇതിൽ ഈസ്റ്റോ ഇനോയോ സോഡായോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഷേപ്പിൽ നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. ഞാനിതൊരു ചെറിയ മിനി ഇഡലിയുടെ ഷേപ്പിലാക്കിയാണ് എടുത്തിട്ടുള്ളത്. ആവി പാത്രത്തിൽ ആവി വന്നതിന് ശേഷം എല്ലാം കൂടി പറക്കി വെച്ച് ഒരു 10 മിനിറ്റ് വരെ അടച്ചു വെച്ചാൽ മതി. ലോ മീഡിയം ടു ഫ്ലെയിമിൽ വെച്ചാൽ മാത്രം മതിയാകും. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലതുപോലെ വെന്തിരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഈ സമയത്ത് നിങ്ങളിത് വെളിയിലെടുക്കരുത്, എന്നാൽ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ക്योंकि വളരെ സോഫ്റ്റാണ് ഈ സമയത്ത്. ആ സമയം തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടായി ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക്, ജീരകം, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അല്പം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 സ്പൂൺ വെളുത്ത എള്ള് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. സാമ്പാർ പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വേണം ഒന്ന് മൂപ്പിക്കാനായിട്ട്. സാമ്പാർ പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ ഇഡലി ഇതിലേക്കിടാം. ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് ചമ്മന്തിയോ, പുതിന ചമ്മന്തിയോ, ലീല ചമ്മന്തിയോ, തേങ്ങാ ചമ്മന്തിയോ, സാമ്പാറോ, ഫിഷ് കറിയോ, ചിക്കൻ കറിയോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരെണ്ണമാണിത്. പിന്നെ നമ്മൾ തൈരും റവയും അവലുമാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ രുചി മാത്രമേ ഇതിൽ കാണുള്ളൂ, വേറെ രുചി വരാൻ സാധ്യതയില്ല. നല്ല ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. നല്ല അടിപൊളി ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ഒരു ചേഞ്ചിന് വേണ്ടി ഒരു ടേസ്റ്റ് തന്നെയാണ്. സാമ്പാർ മസാലയും എള്ളും അതുപോലെ അവലും തൈരും എല്ലാം കൂടി ഇട്ട് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. തണുത്തു പോയാൽ ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് ചൂടോടെ വേണം കഴിക്കാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.